ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 1 ഡിസംബർ 2020 മോർണിംഗ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് വീഡിയോയിൽ പ്രധാനമായും രണ്ട് കണ്ടൻറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽ അനാലിസിസും ഓപ്ഷൻ ചെയിൻ അനാലിസിസും. രണ്ടാമത്തെ കണ്ടൻറ്റ് വരുന്ന ആഴ്ച, അതായത് 1 ഡിസംബർ 2020 മുതൽ 4 ഡിസംബർ 2020 വരെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റിയുള്ള പ്രധാനപ്പെട്ട ന്യൂസുകൾ. ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യാർത്ഥം ഞാൻ ഈ വീഡിയോയെ രണ്ട് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1-ൽ നിഫ്റ്റിയുടെയും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽ അനാലിസിസും ഓപ്ഷൻ ചെയിൻ അനാലിസിസും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 2-വിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. 1 ഡിസംബർ 2020 നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മളിവിടെ 1 ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷൻ, അതായത് 27 നവംബർ 2020 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 13,000 ലെവലിലായിരുന്നുവെങ്കിലും ആ ലെവൽ സസ്റ്റെയിൻ ചെയ്യാതെ നിഫ്റ്റി 12,968 എന്ന ലെവലിലേക്ക് മാറുകയാണ് ചെയ്തത്. അതായത് ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതിൻ്റെ പിന്നിലെ റീസൺ നോക്കുകയാണെങ്കിൽ പ്രധാനമായും 2 റീസണുകളാണ് ഉണ്ടായിരുന്നത്. 2 റീസണിൻ്റെയും റൂട്ട് കോസ് ഒന്ന് തന്നെയാണ് അൺസർട്ടനിറ്റി. അതായത് ഒന്ന് കോവിഡ് വാക്സിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ചുള്ള അൺസർട്ടനിറ്റിയും രണ്ടാമത്തേത് ഇന്ത്യയുടെ GDP റിസൾട്ട്സ്, അതായത് Q2 GDP റിസൾട്ട്സിൻ്റെ ഔട്ട്കത്തിനെ കുറിച്ചുള്ള അൺസർട്ടനിറ്റിയും. ഇതിനകത്ത് GDP റിസൾട്ടിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ചുള്ള അൺസർട്ടനിറ്റി ആൾറെഡി നീങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഇമ്പാക്റ്റ് ചൊവ്വാഴ്ചത്തെ മാർക്കറ്റിൽ, അതായത് 1 ഡിസംബർ 2020 മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. GDPയുടെ കോൺട്രാക്ഷനാണ് സംഭവിച്ചിരുന്നത് എങ്കിലും അതായത് ഫസ്റ്റ് ക്വാർട്ടറിനേക്കാൾ വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് നടത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ അതായത് വീഡിയോയുടെ വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസിനെ കുറിച്ചാണ്. അതായത് ആൾറെഡി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നിഫ്റ്റി ഇപ്പോൾ നിയർ ടു റെസിസ്റ്റൻസ് റീജിയൻ ആണ്. അതായത് 13,050 റീജിയൻ എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിനെ നമ്മൾ മുമ്പ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തതുമാണ്. ഈ റെസിസ്റ്റൻസ് റീജിയനിൽ, അതായത് ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾക്ക് ഒരു ട്രേഡും എടുക്കാൻ കഴിയുകയില്ല. ഒന്നുകിൽ നിഫ്റ്റി അതിൻ്റെ 13,050 എന്ന് പറയുന്ന റീജിയൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പിന്നീട് നിഫ്റ്റിയെ 13,200 അല്ലെങ്കിൽ 13,150 എന്ന് എയിം ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്പ് വരണം. ആ ഡിപ്പ് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ടുള്ള 12,800 എന്ന് പറയുന്ന സപ്പോർട്ടിൽ വരികയാണെങ്കിൽ അവിടെ നിന്നും നമ്മൾക്ക് ബൈയിങ് ഓപ്ഷനിലേക്ക് പോയി അവിടെ നിന്നും ഒരു ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നുണ്ട്. ഇനി ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 13,012 എന്ന ലെവലിലായിരുന്നു, അതായത് 13,012 എന്ന ലെവലിൽ. അതിനുശേഷം ഇൻട്രാഡേ ഹൈ 13,035ഉം ഇൻട്രാഡേ ലോ 12,910ഉം 914ഉം ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി 12,968 എന്ന് പറയുന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത്. പോസിറ്റീവ് ഫാക്റ്റ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2 ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി 12,960ക്ക് മുകളിൽ ക്ലോസ് ചെയ്യാൻ മാനേജ് ചെയ്തു. ഇത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഇത് നിഫ്റ്റിയുടെ അകത്തുള്ള ബുള്ളിഷ്നെസ്സിനെ അല്ലെങ്കിൽ സ്ട്രെങ്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ നമ്മൾ കാണാൻ സാധിച്ചത് നിഫ്റ്റി 12,900 അല്ലെങ്കിൽ 12,914 എന്ന ലെവലിൽ ടച്ച് ചെയ്തതിന് ശേഷവും നിഫ്റ്റി നല്ലൊരു കംബാക്ക് നടത്തി എന്നതാണ്. അതിനുശേഷവും ഇൻട്രാഡേ ഹൈക്ക് വേണ്ടി നിഫ്റ്റി ട്രൈ ചെയ്തു എന്നുള്ളതാണ്. അതായത് നിഫ്റ്റിയുടെ അകത്ത് ബുൾസ് ആക്റ്റീവാണ്. പക്ഷേ ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇതൊരു കൺസോൾട്ടേഷൻ ഫേസ് ആയതുകൊണ്ട് ഒന്നുകിൽ അപ്പ് സൈഡിലേക്കോ അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡിലേക്കോ ഉള്ളൊരു പൊസിഷൻ കൺഫേം ആയതിനു ശേഷം മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷൻ, അതായത് 1 ഡിസംബർ 2020 ട്രേഡിംഗ് സെഷന് വേണ്ടിയുള്ള നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ നോക്കാം. ഒന്നാമത്തെ സപ്പോർട്ട് 12,950 റീജിയൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് വരുന്നത്. അതിനുശേഷം അവിടെ ഒരു ബ്രീച്ച് ഉണ്ടാവുകയാണെങ്കിൽ 12,910 എന്ന ലെവലിലേക്ക് വരും. അവിടെയും ഒരു ബ്രീച്ച് ഉണ്ടാവുന്നെങ്കിൽ നമ്മൾക്ക് 12,850 എന്ന് പറയുന്ന ലെവൽ വരെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായും 2 റെസിസ്റ്റൻസ് ആണ് നിഫ്റ്റിക്കുള്ളത്. ഒന്നാമത്തെ റെസിസ്റ്റൻസ് 13,050. ആ 13,050 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 13,150 200 റീജിയനിലേക്ക് ഒരു മേജർ റെസിസ്റ്റൻസ് നമ്മൾക്ക് ഇവിടെയും കാണാൻ സാധിക്കും.
നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കടക്കാം. ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ചാർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് 3 ഡിസംബർ 2020 ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായി നിഫ്റ്റിയുടെ കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് അറൗണ്ട് 13,000 ലെവലിലാണ്. 13,000 ലെവലിൽ 32,28,000 കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 13,500 ലെവലിലാണ്. 13,500 ലെവലിൽ അറൗണ്ട് 31,12,000 കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ആഡ് ആയിരിക്കുന്നത് 13,100 ലെവലിലാണ്. ഈ ലെവലിൽ അറൗണ്ട് 15 lakh കോൺട്രാക്റ്റുകളാണ് ആഡ് ആയിരിക്കുന്നത്. അതുകൂടാതെ സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇന്നത്തെ ദിവസം ആഡ് ആയിരിക്കുന്നത് 13,000 ലെവലിൽ തന്നെയാണ്. അറൗണ്ട് 12 lakh കോൺട്രാക്റ്റുകളാണ് ആഡ് ആയിരിക്കുന്നത്. അതായത് ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ കോൾ സൈഡിലെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഏറ്റവും സ്ട്രോങ് റെസിസ്റ്റൻസും മേജർ റെസിസ്റ്റൻസും 13,000 ആവുകയാണ്. അതിനുശേഷം സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് 31,100 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസിലേക്ക് കോൺട്രാക്റ്റുകൾ ആഡ് ആകുന്നുണ്ട്. അതിനുശേഷം സബ്സിക്വൻ്റ്ലി വരുന്ന മേജർ റെസിസ്റ്റൻസ് 13,500 റെസിസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം. പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് അറൗണ്ട് 12,900 ലെവലിലാണ്. 12,900 ലെവലിൽ അറൗണ്ട് 25 lakhs കോൺട്രാക്റ്റുകളാണ് ആഡ് ആയിരിക്കുന്നത്. ഇനി ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റേറ്റ് ആയിരിക്കുന്നതും ഇതേ ലെവലിൽ തന്നെയാണ്. 12,900 ലെവലിൽ തന്നെയാണ്. അറൗണ്ട് 8,58,000 കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിൽ റേറ്റ് ആയിരിക്കുന്നത് 12,800 ലെവലിലാണ്. ഈ ലെവലിൽ അറൗണ്ട് 24 lakhs കോൺട്രാക്റ്റുകളാണ് ആഡ് ആയിരിക്കുന്നത്. അതായത് പുട്ട് സൈഡിലെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 12,800 ആയിരുന്നു നിഫ്റ്റിയുടെ ഏറ്റവും മേജർ സപ്പോർട്ടായിട്ട് വന്നിരുന്നത്. പക്ഷേ ആ 12,800 നിന്നും കോൺട്രാക്റ്റുകൾ 12,900 ലെവലിലേക്ക് ആഡ് ആകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 12,900 ലെവൽ നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ടായി മാറുന്ന ഒരു കാഴ്ച. ഇത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ഇൻഡിക്കേഷനാണ്. അതായത് പുട്ട് സൈഡിലെ കോൾസ് അപ്പ് ആകുന്നു. അതായത് സപ്പോർട്ട് അപ്പ് ട്രെൻഡിൽ ബിൽഡപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിനർത്ഥം നിഫ്റ്റിയിൽ ഒരു മൈനർ കറക്ഷൻ വന്ന് നിഫ്റ്റി 12,800 എന്ന് പറയുന്ന ലെവലിൽ ഒരു ഡിപ്പ് എത്തുകയാണെങ്കിൽ ഈ ലെവലിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം 12,800 12,900 നിഫ്റ്റിയുടെ സ്ട്രോങ് സപ്പോർട്ടായിട്ട് മാറിക്കഴിഞ്ഞു. ഇവിടെ നിന്നും ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി കൂടുതലാണ്. ഇതാണ് ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ നിന്നും നമ്മൾക്ക് വ്യക്തമാകുന്നത്. 1 ഡിസംബർ 2020 ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മളിവിടെ 1 ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗ് സെഷനിൽ അല്ലെങ്കിൽ 27 നവംബർ 2020 ട്രേഡിംഗ് സെഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 29,622 എന്ന ലെവലിലായിരുന്നു. ഇൻട്രാഡേ ഹൈ 29,716ഉം ഇൻട്രാഡേ ലോ 29,368ഉം ടച്ച് ചെയ്തതിന് ശേഷം ബാങ്ക് നിഫ്റ്റി 29,609 എന്ന ലെവലിൽ, അതായത് എവിടെയാണോ ഓപ്പൺ ചെയ്തത് നിയർ ടു അവിടെ തന്നെ ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ക്യാൻഡിൽ ഷോ ചെയ്തത്. അതായത് ബാങ്ക് നിഫ്റ്റി വളരെ ക്ലിയർ കട്ടായിട്ട് ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. പോസിറ്റീവ് ഫാക്റ്റ് എന്തെന്ന് ചോദിച്ചാൽ 29,500 മുകളിൽ ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നു. അത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അതർവൈസ് ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിലാണെന്ന് പറയാം. ഓവറോൾ നമ്മൾ പ്രീവിയസ് ക്യാൻഡിലുകളെല്ലാം നോക്കുകയാണെങ്കിൽ, അതായത് ലാസ്റ്റ് 6 അല്ലെങ്കിൽ 7 ട്രേഡിംഗ് സെഷനിലെ ക്യാൻഡിലുകൾ നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ഇതേ രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഫേസ് തന്നെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നാളത്തെ, അതായത് 1 ഡിസംബർ 2020 ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ പരിചയപ്പെടാം. ഒന്നാമത്തെ സപ്പോർട്ട് 29,500 എന്ന ലെവൽ തന്നെയാണ്, അതായത് 29,550 എന്ന ലെവൽ. ഇനി അതിനുശേഷം വരുന്ന സെക്കൻഡ് സപ്പോർട്ട് 29,250യും തേർഡ് സപ്പോർട്ട് 29,000, അതായത് 29,050യുമാണ് ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട 3 സപ്പോർട്ടുകൾ. റെസിസ്റ്റൻസ് നോക്കാം. ഫസ്റ്റ് റെസിസ്റ്റൻസ് 29,750 ലെവൽ, അതിനുശേഷം 29,900, തേർഡ് റെസിസ്റ്റൻസ് 30,050. ഈ 3 റെസിസ്റ്റൻസുകളാണ് ബാങ്ക് നിഫ്റ്റിക്ക് വരുന്ന ട്രേഡിംഗ് സെഷൻ, അതായത് 1 ഡിസംബർ 2020 ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കടക്കാം. ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ചാർട്ടിൻ്റെ എക്സ്പയറി 3 ഡിസംബർ 2020 ഇനി കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 30,000 ലെവലിലാണ്. 30,000 ലെവലിൽ അറൗണ്ട് 9,30,000 കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്.
അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ കോൾ സൈഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ആഡ് ആയതും ഇതേ ലെവലിൽ തന്നെയാണ്. 13,000 ലെവലിൽ അറൗണ്ട് 2,97,000 അപ്രോക്സിമേറ്റ്ലി 3 lakh കോൺട്രാക്റ്റുകളാണ് 30,000 ലെവലിൽ ആഡ് ആയിരിക്കുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ റെസിസ്റ്റൻസ് 13,000 ആണ്. ബാങ്ക് നിഫ്റ്റി 29,500 എന്ന ലെവലിന് മുകളിൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനുകളിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. കാരണം 29,500 അതുപോലെ തന്നെ 29,000 ഈ രണ്ട് ലെവലുകളും ബാങ്ക് നിഫ്റ്റി എന്നുവരെ ഹോൾഡ് ചെയ്യുന്നു അന്നുവരെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു ബിയർസിൻ്റെ ആക്ടിവിറ്റി നമ്മൾക്ക് കാണാൻ സാധ്യത കുറയും. ഇനി പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം. പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് അറൗണ്ട് 28,500 ലെവലിലാണ്. ഈ ലെവലിൽ അറൗണ്ട് 5,88,000 കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മേജർ സപ്പോർട്ടാണ് 29,000 ലെവലിൽ. 29,000 ലെവലിൽ അറൗണ്ട് 5,82,000 കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ആഡ് ആയിരിക്കുന്നത് 28,500 ലെവലിലാണ്. അറൗണ്ട് 3,04,000 കോൺട്രാക്റ്റും അതുപോലെ തന്നെ 29,000-ൽ അറൗണ്ട് 3 lakh കോൺട്രാക്റ്റുകളുമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 29,000 അതുപോലെ തന്നെ 28,500 ഇത് രണ്ടും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണ്. 27 നവംബർ 2020 ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. 27 നവംബർ 2020 ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 74,741 കോടി രൂപയുടെ ബൈയിങ്ങും 67,028 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 7,712 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 4,875 കോടി രൂപയുടെ ബൈയിങ്ങും 9,844 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 4,968 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കൂടി വാല്യൂ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു നെറ്റ് ബൈയിങ് ആണ് നടക്കുന്നത്. കൂടാതെ ഈ നവംബർ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരു ഹ്യൂജ് ബൈയിങ് ആണ് നടത്തിയത്. അതാണ് മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുന്നതിൽ ഇത്രയധികം താമസം അല്ലെങ്കിൽ മാർക്കറ്റ് അതിൻ്റെ ഓൾ ഹൈ എന്ന പീക്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺ.